ഇനി വേണോ? അന്ന് തെങ്ങ് കൊടുത്താല് ഒരു സമയക്കും ഓരോ ഇറുക്കള് വേണം. എവിടേക്കാണ്? മീൻ നന്നാക്കാനാ വേണോ? അപ്പൊ എന്താ വിളിച്ചപ്പോ വരാഞ്ഞത്? എല്ലാരും വിളിച്ചിട്ടോ, അപ്പൊ വന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞേ ഒന്ന് വീഡിയോക്ക് വരാൻ മടിയാവും പറഞ്ഞു. പിന്നീട് ഇങ്ങനെ വരുന്നു. പാറു വരുന്നുണ്ടാ? ആ വരാ. പാറുള്ളോണ്ടേ വർത്താനം പറയാ, വായടങ്ങാതെ ഇങ്ങനെ പറയാളോട്. സമയം അങ്ങനെ പോണതൊന്നും അറിയില്ല. നമ്മളെ കൊറേ ടെൻഷനും എല്ലാ കാര്യങ്ങളും പാറുടെ അടുത്ത് മാറില്ലമ്മ. അങ്ങനെ വർത്താനം പറയാം, ഇങ്ങോട്ടും പറയും. നമുക്കേ ഒരു മീൻ കിട്ടിണ്ട് കേട്ടോ. എന്താ വലിയ കൂന്തള് മീന്. ഇപ്പൊ ഈ മീനിന് കുറച്ച് വില കുറവാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ എല്ലായിടത്തും കാണുന്നുണ്ട്. ഒരു സമയത്തിന് ഇതിന് ഭയങ്കര വിലയാണ്. നമുക്ക് പൂതിയാകുമ്പോ അത് വാങ്ങണം നോക്കുമ്പോ നല്ല വിലയും. ഇപ്പൊ ഇതിന് കുറച്ച് വില ഉണ്ട്. ഇന്ന് എത്രയ്ക്കത് വാങ്ങിയത്? 150 വാങ്ങിയതാണ്. 150. ഉച്ചക്ക് ഞങ്ങൾ ഇതിന്ന് പകുതി എടുത്തിട്ട് ഞങ്ങൾക്ക് ഉച്ചക്ക് കറി വെച്ചു കേട്ടോ. കറിയല്ല, കുറച്ചിങ്ങനെ വരട്ടി വെച്ചു. പിന്നെ കുറച്ചെടുത്ത് വെച്ചതാണ് നമ്മൾ ഇന്ന് വേറൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ പഴയ വീട്ടിൽ നിന്ന്, നമ്മൾ പൊളിച്ച വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെന്നു ആ സാധനം. അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ അതേപോലെ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ വേറെ പൂച്ച പാറുവിന്റെ അടുത്തേക്ക് വരും. അവന്റെ അമ്മ അത്രക്ക് വേണോ? പാറു പോണ്ടട്ടാ. അന്ന് നമ്മളൊരു കൂന്തൽ നിറവ് ഉണ്ടാക്കിയാണ്. പഴയ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഉണ്ടാക്കിയിട്ടില്ല, കൂന്തൽ നമുക്ക് കിട്ടിയിട്ടുമില്ല. ഇത് വലിയ കൂന്തളാണ്, നിറവിന് പറ്റിയ കൂന്തളാണ്. അതന്നെ, ഇത് ചെറിയ കൂന്തൾ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവും. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിന് വലുത് കിട്ടൂല. ആദ്യമൊക്കെ അത് ഉണക്കമീനില് എവിടെയെങ്കിലും ഒരു കൂന്തൽ ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇത് മേടിക്കാനായി. ഉണക്കമീനും പച്ചമീനും ഒക്കെ ഒന്ന് പെട്ടാല് ഭയങ്കര ഒരു ഇതായിരുന്നു ഇങ്ങനത്തെ മീൻ. കാരണം അത്രയും വിലയാവും ഇതിന്. അപ്പൊ കിട്ടുമ്പോ ഒരു അത്ഭുതമായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും. പാറു അമ്മമ്മേനെ കാട്ടണുണ്ടോ? വികൃതിയായിട്ടുണ്ടോ? നമ്മൾ നിറയ്ക്കാനായിട്ട് എല്ലാരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണ്. അറിയണ്ടാവൂല ചിലർക്കൊക്കെ കൂന്തൽ നിറച്ചത്. ഇതിനുള്ളിൽ കുറച്ച് മസാലയൊക്കെ ആക്കും, അതൊക്കെ കാണിച്ചു തരാട്ടോ. എന്താ ചോറിന്റെ ഒപ്പം ആണെങ്കിലും കൂട്ടാം. ഇനി അതാ അല്ല, നമുക്ക് ചായന്റെ ഒപ്പം അങ്ങനെ ആക്കി, കട്ടൻ ചായന്റെ ഒക്കെ ഒപ്പം നല്ല രസമാണ് കേട്ടോ സാധനം. ഒരു ദിവസം അന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഉണ്ടാക്കിയിട്ട് നല്ല രസം, ആർക്കും തികഞ്ഞില്ല. ഇത് മുഴുവനും ഉണ്ടാക്കിയാണ്ടായിരുന്നു. ഇതിപ്പോ എത്രണ്ണേ ഉള്ളൂ? 1, 2, 6 ഉള്ളൂ കേട്ടോ. അത് മതിയോ തന്നെ പാകം. ഓരോന്നൊക്കെ തന്നെ പാകം. അന്ന് ഉച്ചക്ക് കറി മണ്ണാവും ഇടാ മേല്. അപ്പം ഇത് എന്താ പറയാ, ഇതിനൊന്നും പോവാല്ല. പിന്നെ അധികമൊന്നും നല്ല ഇറച്ചിയുള്ളത് ഇറച്ചിയാണ്. മറ്റേതായ മുള്ളും തലയൊക്കെ പോവാണ്ടല്ലോ. ഇതിനത്ര അധികം പോവാനൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. നന്നാക്കാനൊക്കെ പെട്ടെന്ന് പറ്റും. ഇതിന്റെ പുറമെ ഉള്ള ഈ സംഭവം ഒന്നും ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ തന്നെ ഇങ്ങനെ പോരും. പിന്നെ ഇതിന്റെ ചാളി മേലാവൂടാ. കത്രികേന്റെ മരത്തല്ലേ? കത്രികേന്റെ പോലെ ഇത് ഒരു മുള്ള് ഒരു സാധനം ഉണ്ട്. ഇത് ഇത് ഈ സാധനം ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കണം. അത് ഇതിന്റെ ഉള്ളിലുണ്ടാവുക. പിന്നെ കുറച്ച് അഴുക്കുണ്ടാവും ഇതിന്റെ ഉള്ളില്. അത് നമ്മളൊന്ന് വെള്ളമാക്കിയിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഉള്ളത് ഈ കണ്ണില്ലേ, ഇത് എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിനെങ്ങനെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ ഒരു കല്ല് വരും. ആ കല്ലിനൊന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ അതിങ്ങോട്ട് പോരും. പിന്നെ ഈ കറുപ്പ് സാധനമാണ്, ഇത് പൊട്ടിയ മൊത്തം കരി ആവും. അപ്പം അത് പൊട്ടാതെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തിട്ട് മെല്ലെ ഇങ്ങോട്ട് ഒഴിവാക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നന്നാക്കാൻ വലിയ പണിയില്ല, ക്ലീനായി. എന്നോട് ഓലമട്ട എടുക്കാൻ ഒരു ഓലമട്ട എടുത്തോണ്ട് വരുന്നില്ല. ഒരു ഓലമട്ട എടുത്തിട്ട് വാ. ഇതിന് ഓലേന്റെ ഇത് വേണം, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഇതില്ലേ അത് ഈർക്കൽ വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതുണ്ടല്ലോ. എന്താ
പിന്നെ പപ്പടക്കോലുണ്ടല്ലോ. പപ്പടക്കോലല്ലമ്മ, ഇതുമ്മക്ക് ഓരോ കൂന്തളമയ്ക്കും ഓരോ ഇറുക്കള് വേണം. തങ്കേച്ചി വരുന്നുണ്ടാ? ഒരു പട്ടങ്ങൾ എടുത്തോണ്ട് പോരെ. തങ്കേച്ചി എടുക്കാൻ പറഞ്ഞു. പിന്നെ എന്നാ ജോലൊക്കെ എടുത്തപ്പോ നനവല്ലേ, ഒന്ന് വച്ചോണ്ട് പോര്. എന്നാ ഈർക്കള് മാത്രം എടുത്തിട്ട് വാ. മീനുമ്മ കുത്താൻ വേണ്ടിട്ട് ഈർക്കളെന്ന് പറഞ്ഞാണേ. അടിയുന്നേമ്മ കിട്ടുക 2 3 മതി. അന്ന് തന്നെ എനിക്ക് ചൂടാക്കാൻ പറ്റും. എടുക്കാൻ പറഞ്ഞതാ. എന്നിട്ട് എന്താ രുചിയെ കൊണ്ടുവന്ന് ജോലി ഉണ്ടായിക്കൂടെ? അതിന് മാത്രല്ല പറഞ്ഞില്ല. അത് മറ്റല്ലേ. അതതിനെ മഴയത്തെ പൊടിഞ്ഞതാവേ. മോനതാ അപ്പൂ തങ്കേച്ചിക്കൊരു പണി. മതി 2. ഈർക്കള് എവിടെയായിരുന്നു? കൈമെന്താ മുറിയായോ? ഇതെങ്ങനെ ആരെ കാട്ടിയേ? പാറു കത്തിയോ? അപ്പൊ എന്തിനാ കത്തി എടുത്തത്? ഉള്ളിയോ? അന്ന് കറി കുട്ടിയുണ്ടാക്കിയേ. അപ്പൊ ഇത്ര മീനിന്റെ ഉള്ളിലാട്ടോ നമ്മളിഞ്ഞ് മസാല നിറയ്ക്കാൻ പോണത്, ഇതിന്റെ ഉള്ളില്. അപ്പൊ ഇത് നമുക്ക് ഒന്നും ഇനി ചെയ്യണ്ട, ഇത് കഴുകി വൃത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിവിടെ നിക്കട്ടെ. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കണം. അപ്പൊ ഇത് കളയണ്ട, ഇതിനെ കുഞ്ഞു കുഞ്ഞേതാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈർക്കള് വേണം കേട്ടോ. അപ്പോൾ അയൽവക്കത്തുനിന്നൊരു ഓല, അന്ന് തെങ്ങ് മുറിച്ചിട്ടുണ്ടോ. അപ്പം അതിൽ ഓല എടുത്തോണ്ടെന്ന് നമുക്ക് ഈർക്കളൊന്നും ഇല്ല. 6 എത്ര പോകുന്ന കുറച്ച് വലിപ്പം വേണം കേട്ടോ, കുത്തി കോർത്തെടുക്കാനാ. കോർത്തെടുക്കണ്ടേ. അപ്പൊ ഈർക്കളുണ്ടാക്കട്ടെ. സഞ്ചി വീഴുന്നേ. TV വരുന്നില്ലല്ലോ. നേരത്തെ തന്നെ ലൈറ്റർ എന്തേ? ലൈറ്റർ എന്തേ? ഇവിടെ ഉണ്ടല്ലോ. വേണോ മീനാ? മീനാ അന്ന് ഞാൻ എടുക്കൂല. എന്തിന് ഇറങ്ങല്ലോ, മണ്ണാവുള്ളൂ. അടി വടി 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 എവിടെ വടി? എവിടെ വടി? വടി 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 പാറു വടി 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 പാറു ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, എങ്ങട്ടാ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അടി 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 അടി. പേടില്ല. എപ്പോഴും പഠിത്താ പേടിണ്ടാവില്ലല്ലേ. അടിക്കട്ടെ, പറഞ്ഞടിക്കട്ടെ. എന്റെ മെത്ത് കയറണായിക്കൂലേന്ന്. മതി മതി. അറ്റടി 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 അടി അടി. പേടി മാറിട്ടോ. പേടില്ല, പേടിപ്പിക്കണല്ല ശരിക്കിന്. ഇന്ന് കൈയും കാലം കഴുകാതെ അത്തിക്കറ്റമില്ല, നല്ല മഴയൊന്നും ചപ്പിളിയാണ് ഇവിടെയൊക്കെ. അവിടെ ഇരുന്നോട്ടോ. അപ്പൊ നമ്മളെ കൂന്തള് നിറച്ചതിനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി എല്ലാം ആദ്യം തന്നെ അങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം പാകം ചെയ്താൽ മാത്രം മതി, അധികം പണിയൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് നേരത്തെ പണി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഈ വല്യുള്ളീനെ ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. പാറു കച്ചറായാലും അവിടുന്ന് ഇങ്ങോട്ട് കേറിയിട്ട് ഈ കരിച്ചട്ടിമോട് കേറിയിരുന്നു. അപ്പൊ കാലിന്റെ കരിയായി. ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടി അത് ഇതുമ്മക്ക് എന്നെയും കയറുക.
അതില് പോയിക്കോ അതില് പോയിക്കോ അതില് പോ പോ. പൊടി പൊടി. ആ അടി ഇട്ടണോ അടി ഇട്ടണോ കിട്ടണോ? പോ പറയോ പോയിക്കാ പോയിക്കാ പോ 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 പാവയുണ്ട്. ആര് കാട്ടി ആര് പൊന്നിനെ കാട്ടിയേ? അപ്പുവാ വന്ന കൊണ്ടേക്ക. ഇന്ന് ഭയങ്കര ലഹളയാണ് ഇവിടെ കേട്ടോ. അപ്പു അപ്പു അത്രയും വന്ന് നോക്കണില്ല. എടാ പാറുവിനെ കൊണ്ടോ. എന്താടി പോയിക്കോടുന്ന്. ഇന്നും കേറും. എന്തൊരു കഷ്ടം. കാലിന്റെ അടി കരിയായിട്ടുണ്ട്. ഈ ഓട്ടോടെ ചട്ടിമേലാ കേറിയിരുന്നത്. രോമം അങ്ങനെ എല്ലായിടത്തൊന്നും പൊഴിയണൊന്നുമില്ല. നമ്മള് അതിങ്ങനെ ഇതാക്കുമ്പോ മാത്രമേ ഉള്ളൂ. ഇല്ലട്ടോ ചീത്ത പറഞ്ഞിട്ടില്ല. അപ്പൊ പാറുവിനെ വർത്താനം പറഞ്ഞ് മസാലപ്പൊടി ഇട്ട് കൊടുത്തുട്ടോ. അത് ഞാൻ വിട്ടുപോയി പറയാന്. മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, അങ്ങനെ കുറച്ച് മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിക്ക്. ഇനി വേണ്ടത് നമ്മളെ കൂന്തളിന്റെ ആ കണ്ണൊക്കെ ഉണ്ടല്ലോ, ആ അതും കുറച്ച്. ഈ കണ്ണും മൂക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. പാറുവിനെ അവിടെ വാതിട്ട് അടച്ചിട്ടുണ്ട്. പുറത്തേക്ക് വല്ലാതെ പിത്തനാട്ടാണ്. ഇത്രയും നേരം അവിടെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ വിളിച്ചപ്പോൾ ഏറെ പുറത്തു കൂടെ തന്നെ ആവുക. കുറച്ചിട്ടിട്ട് വെളുത്തുള്ളി, പെരിഞ്ചീരകം, നമ്മളെ ഓരോ കൂന്തളിനെടുത്തിട്ട് ഇതിൽ നമുക്ക് മസാല നിറയ്ക്കാട്ടോ. നിറയ്ക്കാൻ കുറച്ച് പണിയുണ്ട്. ഇപ്പം നമ്മളെ കൂന്തളിൽ ഇതണ്ട നിറച്ചിട്ടുണ്ട്. നമുക്ക് ഈർക്കിൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. കുറച്ച് പണിയാണ്, എന്നാലും കൂടിയിട്ട് കണ്ടാ ഇങ്ങനെ എല്ലാതും ഇതേപോലെ ഒന്ന് കുറച്ച് സാവധാനം എടുത്തിട്ട് ക്ഷമ വേണം കേട്ടോ. ഇതിനുള്ളിലേക്ക് കുറച്ച് നിറയ്ക്കണമെങ്കിൽ കുറച്ച് പണിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് നിറയ്ക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുത്തി വെക്കട്ടെ. അപ്പം അതാ 5 എണ്ണം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ ഇതിൽ കൊണ്ടു കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഉള്ളിൽ വെച്ചിട്ട് ഗ്യാസിൽ കുക്കർ വെച്ചിട്ട് അങ്ങനെ ഇഡലി നൂൽപുട്ടിൻ്റെ അച്ചിൽ വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇഡ്ഡലിപ്പാത്രം നൂൽപുട്ടിൻ്റെ അച്ചാണ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റാം. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് ചട്ടിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ അത് പുഴുങ്ങിയെടുത്തു. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം നമ്മൾ കൂന്തളിനെ ഇതിലേക്കൊന്ന് ആക്കണം കേട്ടോ. നമ്മൾക്ക് ഇതൊന്നേ മീനൊക്കെ പൊരിക്കണ പോലെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. മെല്ലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കളർ മാറ്റിയിട്ടൊന്ന് പൊരിച്ച പോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ചിലപ്പോൾ അതൊന്നിങ്ങനെ പൊട്ടും,
നമ്മളത് മുഖത്തേക്ക് മേടിക്കൊന്നും ആവണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ സ്ഫോടനമൊക്കെ നടന്നിട്ടുണ്ട്. അടച്ചു വെച്ചതുകൊണ്ട് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ പരിചയം ഉണ്ടായിരുന്നു. അന്ന് അറിയാതെ ഇത് അടച്ചു വെച്ചിരുന്നില്ല. അപ്പൊ ചില കൂന്തളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിരുന്നു. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അടച്ചു വെച്ചതുകൊണ്ട് ഇന്നത്തെ 2 കൂന്തളുടെ നടു അങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് കഴിക്കാൻ പോവാണ്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാണ്. അപ്പോൾ മണം കേട്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളിയാണെന്ന്. സ്വന്തം പുറത്തല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷത്തിലുള്ള കേട്ടോ. കൂന്തളം നിറച്ചത് തിന്നാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നൊക്കെ നോക്കുകൊണ്ടു. തിന്നവരൊക്കെ കമന്റ് ഇപ്പൊ വില കുറവാണ്. അപ്പോൾ ഉണ്ടാക്കിയവര് ഇതിന്റെ വിവരം വന്നാൽ പറയുള്ളൂ കേട്ടോ, അടിപൊളിയാണോ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണ്, അതുകൊണ്ടാണ് വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും ബൈ.